എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ 2024 വർഷത്തെക്കുറിച്ച് നമ്മളൊരു അവലോകനം നടത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മളൊരു അവലോകനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? 2024 പൂർണ്ണമായും നല്ലൊരു വർഷമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളിൽ നല്ല അനുഭവങ്ങളാണോ ഉണ്ടായത്, അതോ 2024 പൂർണ്ണമായും മോശം അനുഭവങ്ങളാണോ ഉണ്ടായത്? അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 2024 ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെയാണ് കേട്ടോ, ജീവിതമാണ്. ജീവിതത്തിൽ നിന്ന് പോസിറ്റീവ് അനുഭവങ്ങളും ഉണ്ടാകും, അതുപോലെ നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടാകും. അതെന്താണ്, സ്വാഭാവികം മാത്രമാണ് കേട്ടോ, അതങ്ങനെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഓരോ ദിവസങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഓരോരോ അനുഭവങ്ങൾ നൽകുന്നതാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഓരോരോ പാഠങ്ങളാണ്. ഇത് ജീവിത പാഠങ്ങളാണ്. ഈ ജീവിത പാഠങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ജീവിത പാഠങ്ങൾ നമ്മൾ പഠിക്കുക. ജീവിത പാഠങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ എന്താണ്? വ്യത്യസ്തമാണ്. ഇന്നലത്തെ അനുഭവങ്ങളാണോ ഇന്ന്? അല്ല. ഇന്നത്തെ അനുഭവമാണോ മെനഞ്ഞാന്ന്? അല്ല. ഓരോ ദിവസവും എന്താണ്? വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ അനുഭവങ്ങളെ, ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ജീവിത പാഠങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, അതായത് സ്വന്തം കഴിവുകളെ തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി ഉയർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. ഓരോ വ്യക്തിയും സ്വന്തം കഴിവുകൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക തന്നെ വേണം. അത് എങ്ങനെ അറിയണം? നമ്മൾ അറിയേണ്ട സമയത്ത് അറിയണം. കാരണം നമ്മൾ ഒരുപാട് ജീവിതത്തിൽ അങ്ങ് രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ട്, അയ്യോ എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, എനിക്ക് ഒന്നും ഉപയോഗിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ കഴിവുകൾ തിരിച്ചറിയേണ്ട സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കഴിവുകൾ തിരിച്ചറിയുക. അതുപോലെ നമ്മുടെ കഴിവുകൾ നല്ല കാര്യങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിലുണ്ടാകും, ജീവിതം എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ഈ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുക കേട്ടോ. സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുക. ആ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടുക. ആ ജീവിതത്തിൽ സധൈര്യം മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, തെറ്റായ മാർഗങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പാടില്ല. തെറ്റായ മാർഗങ്ങളെ ഒരിക്കലും ജീവിതത്തിൽ കൂട്ടുപിടിക്കാൻ പാടില്ല. തെറ്റായ മാർഗങ്ങളിലൂടെ ജീവിക്കാനും പാടില്ല. തെറ്റായ മാർഗങ്ങൾ നമ്മുടെ വിജയത്തിനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജീവിതത്തിൽ എന്തുണ്ടാവും? വൻ പരാജയങ്ങൾ ഉണ്ടാകും കേട്ടോ. നന്മകൾ ചിന്തിക്കാനും നന്മകൾ പ്രവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജീവിതം മുന്നോട്ട് പോകുക തന്നെ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗെയിമാണ്. വീട്ടിൽ പറഞ്ഞ ഒരു ഗെയിമാണ് ഈ ജീവിതം. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആ ജീവിതത്തിൽ നല്ല ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ.